ഹലോ മച്ചാന്മാരെ, അപ്പം നമ്മൾ കുറേ നാളായി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ സിവിക്കിൻ്റെ നമ്മുടെ വെൽക്കം ലൈറ്റ് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. ഇതിന് ഓൾറെഡി ഉണ്ടായിരുന്നു, അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തിന് മേലെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ട്. എന്താ വെച്ചാൽ ഇതിലുള്ള നേരെ പുതിയ ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എടുക്കണം. പഴയ ലൈനും കാര്യങ്ങളൊക്കെ മോശമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും. പാല മുത്തോലിയിലുള്ള ഓട്ടോമാനിക് എന്ന് പറഞ്ഞ ആക്സറി ഷോപ്പിലെ ഇലക്ട്രീഷ്യൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും വണ്ടിയായിട്ട് ഷോപ്പിലേക്ക് പോകാൻ കഴിയില്ല. അപ്പം ഞാൻ അപ്പച്ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചേട്ടാ ഇന്നവരാണ് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചന്ദ്രൻ പറഞ്ഞു വൈകിട്ട് 7 കഴിയുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യും, നീ എന്തായാലും നേരെ വന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ആളെ കൂട്ടിയിട്ട് നേരെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ആ പഴയ ആ വെൽക്കം ലൈറ്റ് നമ്മൾ പയ്യെ റിമൂവ് ചെയ്യാണ്. നല്ല രീതിയിൽ തന്നെ പശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇത് ഇളക്കിയെടുത്തതിന് ശേഷം അതിന്റെ അടിയിലുണ്ടായിരുന്ന ആ പഴയ ഗമ്മ് നമുക്കത് ഇളക്കി മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള 3 ഡോറിലും ചെയ്യാനുണ്ട്. നമ്മുടെ ആ പഴയ കണക്ഷനിൽ ലൈൻ ഉണ്ടോ എന്നാണ് ഇപ്പൊ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പഴയ വെൽക്കം ലൈനിൻ്റെ ലൈനിൽ കറണ്ടൊക്കെ ഉണ്ട്. അപ്പം കുറച്ചൊക്കെ നമുക്ക് എളുപ്പമായി എന്ന് വേണം പറയാം. അപ്പം മച്ചാന്മാരെ ഞാൻ മുമ്പേ പറഞ്ഞ ഈ എളുപ്പപ്പണി ഞാൻ തിരിച്ചെടുക്കുക കേട്ടോ. കാരണം ബാക്കി വന്നപ്പോൾ ലൈനിൽ കറണ്ട് ഇല്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള 2 ഡോറിൻ്റെ അവസ്ഥ ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടി പോകണം. നമ്മുടെ പരിപാടി നമുക്കിപ്പം പഴയ ലൈൻ കിടക്കുന്നതെല്ലാം പോയി വയറൊക്കെ മോശമായിട്ടിരിക്കുന്നുണ്ട്. വയർ കൊണ്ടുവന്നേക്കും നമ്മൾ പുതിയ വയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പഴയ വയറൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പുതിയ ലൈൻ എടുക്കുവാണ്. അതിനിടയ്ക്ക് 2 വർഷം മുന്നേ മരിച്ചുപോയ ലൈറ്റാണ് ഈ കത്തിക്കൊണ്ടിരിക്കണേ. ആളവിടെ അയച്ചപ്പോഴത്തേക്ക് അതിന്റെ വയറിന് ചെറിയ ലൂസ് ഉണ്ടായിരുന്നു. ഈ പരിപാടി നമ്മളിവിടെ ലൈൻ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് അപ്പുറം ലൈൻ അവിടെ ചെല്ലണം. പുതിയ ലൈൻ അങ്ങോട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ലൈൻ എടുക്കാനുള്ള പരിപാടിയിലാണ്. അതിന്റെ വയർ അവിടെ ലൂപ്പ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ഡാഷ് ബോർഡ് അഴിക്കാതെ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. വയറെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം പഴയ ലൈൻ അതിൻ്റെ അകത്ത് എവിടെയോ ലൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് എന്നെ നോക്കണം. ഈ പുറകില് നമ്മുടെ റൈറ്റ് സൈഡിലെ ബാക്കിലെ ഡോറിന്റെ അങ്ങോട്ടുള്ള ലൈന് നമ്മൾ ഈ സെന്റർ പോസ്റ്റിന്റെ പാട് അഴിക്കാതെ നമുക്ക് അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ അത് അഴിച്ച് കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത്. നമ്മളിപ്പോ എടുത്തോണ്ട് വന്ന പുതിയ ലൈന് ഇവിടെ നമ്മള് ജോയിന്റിലായിട്ട് അങ്ങോട്ട് വലിച്ചെടുക്കുക. അതാകുമ്പോൾ സിമ്പിൾ അല്ലേ, മറ്റേതൊന്നും തുറക്കണ്ടല്ലേ? തുറക്കാതെ നമുക്ക് അപ്പുറം ഓൾറെഡി വയറുണ്ടല്ലോ. നമ്മള് കഴിഞ്ഞ വെൽക്കം ലൈറ്റ് വെച്ചിരുന്ന ബ്രാൻഡിന്റെ കൂടെ വന്ന ചെറിയ വയർ പോലത്തെ ലോക്കൽ വയർ പോലത്തെ ചെറിയ വയറായിരുന്നു. തീരെ കനം കുറഞ്ഞു. അതപ്പോ നമുക്ക് അനങ്ങോ പിടിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ആ ലൈറ്റ് ഡാമേജ് ആയി പോയതല്ലേ. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ചെയ്യുന്നത്, നമുക്ക് ഇത്തവണ വന്ന കിറ്റിന്റെ കൂടെ ഇതുപോലത്തെ വയറൊന്നും ഇല്ലായിരുന്നു. സാധനം കുഴപ്പമില്ല. അതപ്പോൾ നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല കോപ്പർ വയർ, സ്പീക്കറിന്റെ ലൈൻ തന്നെ കോപ്പർ വയർ വാങ്ങിയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഇനി അടുത്താണ് ചേഞ്ച് ചെയ്യണേലും നമുക്കിപ്പോ ലൈൻ മാറേണ്ട അവസ്ഥ ഒരു അവസ്ഥ വരത്തില്ല. ഇതാകുമ്പോൾ വലിയ ചിലവൊന്നുമില്ല. 250 രൂപ ഉണ്ടല്ലോ ഇത്ര മീറ്റർ. എത്ര മീറ്റർ ഉണ്ട് വേറെ? ഇത് 6 മീറ്റർ വേറെ. അതിപ്പോ നമുക്ക് ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി നീക്കി വെക്കണമെങ്കിലൊക്കെ വേണ്ടിട്ട് 6 മീറ്റർ എടുത്തല്ലേ? അല്ല, സത്യം പറഞ്ഞാൽ അത്ര ആവശ്യം വരത്തില്ല. ഇതാണ് നമ്മൾ പുതിയതായി വാങ്ങിച്ച വെൽക്കം ലൈറ്റ്. നമ്മുടെ വണ്ടി ഇരുന്നതിന്റെ അത്ര ഒരു ക്വാളിറ്റി ഇല്ല, പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ലൈനും ഇവിടെ കിടന്ന പഴയ ലൈനും എല്ലാം കൂടി നമ്മളൊന്ന് ഒതുക്കി വെച്ചത്. അധികം പെട്ടെന്ന് കാലയിലൊന്നും തട്ടാതെ അല്ലേ രീതിയിൽ മാറ്റി വെച്ചതേ ഉള്ളൂ. അവിടെ ടൈ ഇടുന്നുണ്ടല്ലേ? നമ്മൾ ടൈറ്റ് ഉറപ്പിച്ച് വെക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ വന്നല്ലേ? ഇനി ഇപ്പുറം ചെയ്ത് അതേ സെയിം സംഭവം തന്നെ ഇവിടെയും ചെയ്യാം. അവിടെ ചെയ്യുന്ന അപ്പുറത്തോട്ടുള്ള ലൈൻ എടുത്ത് കൊടുക്കുന്നു. നമ്മൾ അവിടെ നിന്നുള്ള ലൈനെല്ലാം കറക്റ്റായിട്ട് അവിടെ ചെല്ലും അല്ലേ? ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് അവിടെ ചെയ്ത പോലെ തന്നെ ഈ സെന്റർ പോസ്റ്റിന്റെ പാടഴിക്കാതെ നമ്മൾ വയറ് അങ്ങോട്ട് എടുക്കാനുള്ള രീതി നമ്മൾ സാധനം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ലൂപ്പ് ചെയ്ത് അങ്ങ് വലിക്കുവാണല്ലേ. നമുക്ക് ഈ കപ്ലർ ഒഴിവാക്കുവാണെങ്കിൽ നല്ല രീതിക്ക് അവിടെ കിടന്നോളും. നമുക്ക് ഇപ്പം ഡോറിന്റെ ആ പാടൊക്കെ വെക്കുമ്പോ തന്നെ അല്ലേ ഇതിന്റെ കനം വരും അല്ലേ. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ ത്രൂ ആക്കി ലൈൻ നല്ല സീറ്റിംഗ് ആയിട്ട് ഫിറ്റഡ് ആയിട്ട് ചെയ്യുവാണ്. അതാണ് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ കപ്ലർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കനം എല്ലാം കൂടി വരുമ്പോഴത്തേനും നമുക്ക് ഡോറിന്റെ പാട് വെക്കാൻ പാടാണ്, അടയാൻ ലോക്ക് വീഴാനൊക്കെ പാടായിരിക്കും. അപ്പം അതൊന്ന് ഒഴിവാക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ലൈൻ ലൂപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതായിരിക്കും വൃത്തിയായിട്ടിരിക്കുന്നത്. പുറകിലെ നമ്മൾ ലൈറ്റും ഇളക്കിയെടുക്കുവാണ്. പഴയത് നമ്മളിത് ഇങ്ങനെ റിമൂവ് ചെയ്ത്, പഴയതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഇതുണ്ടോ നല്ല നീറ്റ് വർക്കായിരുന്നു അവരുടെ. പക്ഷെ സാധനം നിലനിന്നില്ല. സാധനത്തിന്
പഴക്കം മൂലം ചവിട്ടുകയൊക്കെ ചെയ്ത് അങ്ങനെ വയറ് ഇതായി പോയതാണ്. നമ്മുടെ പുതിയ സാധനത്തിന്റെ ലൈൻ ഇവിടെ വന്ന് നമ്മൾ വലിച്ചു വെച്ചേക്കുന്ന ലൈനാണ്. ലൈൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ലൂപ്പ് ചെയ്ത് നല്ല സീറ്റിംഗ് ആയിട്ട് ഷോർട്ടിംഗ് ഒന്നും വരാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സെറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. സാധനം മിന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം കേട്ടോ.